സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വിജയം വേണമെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കുണ്ടാവണം. ചില സമയങ്ങളിൽ നമ്മൾ ശ്രമിച്ച പല കാര്യങ്ങളും നടക്കണമെന്നില്ല. അത് കൺസിസ്റ്റൻ്റായി ശ്രമിക്കാനും പല മാറ്റങ്ങളും വരുത്തി ക്ഷമ കാണിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിച്ചാലേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിജയം ഉണ്ടാവുള്ളൂ. ചരിത്രത്തിൽ നിന്ന് വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെസ്ലെ ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. നെസ്ലെ അവരുടെ കോഫിയുമായി വർഷങ്ങൾ മുന്നേ ജപ്പാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അവർ ആവുന്നത്ര ശ്രമിച്ചിട്ടും അവിടെ വിജയം നേടാനായില്ല. കാരണം ജപ്പാൻകാർ കോഫി കുടിക്കാറില്ല. അതുതന്നെയാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും അവർക്ക് ആ മാർക്കറ്റിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പക്ഷെ അവർ പിന്തിരിഞ്ഞെങ്കിലും അവർ വേറൊരു കാര്യം ചെയ്തു. അവർ ജാപ്പനീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന കിറ്റ്കാറ്റ്, ആ കിറ്റ്കാറ്റ് കോഫി ഫ്ലേവേർഡായി മാർക്കറ്റിലേക്ക് ഇറക്കാൻ തുടങ്ങി. അത് ഹിറ്റായി. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിറ്റ്കാറ്റ് കോഫി. പിന്നീട് ഈ കുട്ടികൾ 10 വർഷത്തിന് ശേഷം ഗ്രാജുവേറ്റ് ഒക്കെ ആയതിനു ശേഷം പതുക്കെ കോഫി വീണ്ടും റീലോഞ്ച് ചെയ്തപ്പോൾ ഈ കോഫിയുടെ രുചി അറിഞ്ഞ ആ കുട്ടികൾ, അതായത് അവർ മുതിർന്നു കഴിഞ്ഞു, അവർ കോഫി കുടിക്കാൻ തുടങ്ങി. ഇന്ന് നെസ്ലയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന് ജപ്പാനാണ് അത്ര. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ക്ഷമ കാണിക്കണം. മാർക്കറ്റിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മൾ സെയിൽസിലേക്ക് ഇറങ്ങിയാൽ, മാർക്കറ്റിംഗ് ചെയ്താൽ വിജയം ഉറപ്പാണ്.